വിന്റർ സോൾസ്റ്റിസ് എന്നാൽ സമ്മറിന്റെ ഓപ്പോസിറ്റ് ആണ്. പകൽ ദൈർഘ്യം വളരെ കുറഞ്ഞ സമയം, രാത്രിയാണെങ്കിലോ ഇങ്ങനെ നീണ്ടു നിറഞ്ഞു കിടക്കുന്നു. വിന്റർ ഡിസംബർ 1 സ്റ്റാർട്ടാകുമെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും ആസ്ട്രോണമി പ്രകാരം ഡിസംബർ 21 ഫസ്റ്റ് ഡേ ഓഫ് വിന്റർ. ഭൂമി സ്വയം കറങ്ങുന്നു, അതോടൊപ്പം സൂര്യനെ വലം വെക്കുന്നു. ആ പാതയെ ഓർബിറ്റ് എന്ന് വിളിക്കാം. ഒരു ഓർബിറ്റ് പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. അപ്പോഴാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഒരു വർഷം എന്ന് കണക്കാക്കുന്നത്. എന്നാൽ അറബിക് കലണ്ടർ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന ടൈം ചന്ദ്രന്റെ വലിപ്പം അനുസരിച്ച് കണക്കാക്കാം. ചിലപ്പോൾ 29, മാക്സിമം 30 ദിവസം. ഇങ്ങനെ ദിവസത്തിലുള്ള കുറവ് കാരണം അറബിക് മാസങ്ങൾ എല്ലാ കാലങ്ങളിലൂടെയും ഡ്രിഫ്റ്റ് ചെയ്യും. 7 വർഷം മുമ്പ് റമദാൻ സമ്മറിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വിന്ററിലാണ്. എന്നാൽ ഗ്രിഗോറിയൻ മാസങ്ങളിലെ ദിവസങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. അത് ഫിക്സഡ് വാല്യൂസ് ആണ്. എന്നിരുന്നാലും 2 സിസ്റ്റത്തിലെയും മാസങ്ങളുടെ എണ്ണം കോൺസ്റ്റന്റ് വാല്യൂ ആണ്, 12. അത് ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള നിരീക്ഷണത്തിന്റെ ഫലമാണ്. അറബിക് ആസ്ട്രോണമി പ്രകാരം 12.37 ലൂണാർ സൈക്കിളാണ് ഒരു സോളാർ ഇയർ. അതുകൊണ്ട് ഭൂമി സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന ടൈമിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ഗ്രിഗോറിയൻ സിസ്റ്റം ഓരോ മാസങ്ങളിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അധികം വന്ന ദിവസങ്ങൾ ഈവൻ നമ്പേഴ്സിലേക്ക് അസൈൻ ചെയ്തു. ദിവസങ്ങളുടെ എണ്ണത്തിലെ ഏറ്റക്കുറച്ചിലുകളും ഫെബ്രുവരിക്ക് 28, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് 31 റോമൻ അന്ധവിശ്വാസങ്ങളുടെയും അഗസ്റ്റസ് ചക്രവർത്തിക്ക് ജൂലിയസ് സീസറിന്റെ അത്രയും ദിവസങ്ങൾ വേണമെന്നുള്ള വാശിയുടെയും ഫലമാണ്. എന്നാൽ ഏർലി റോമൻ കലണ്ടറിൽ 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറവ് വന്ന 61 ദിവസങ്ങൾ കൃഷിയില്ലാത്തതിന്റെ പേരിൽ കണക്കാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 700 BC കിങ് ന്യൂമ പോംബിലസ് ആണ് ജാനുവരിയും ഫെബ്രുവരിയും ചേർത്ത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. ഭൂമി ഒരു അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചരിഞ്ഞാണ് കറങ്ങുന്നത്. ഭൂമിയുടെ ആ ചരിവാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ വിന്റർ, സമ്മർ, സ്പ്രിംഗ്, ഓട്ടം എന്നീ കാലങ്ങൾ നൽകുന്നത്. ഭൂമിയിലെ ഈ ചരിവ് 2 ഹെമിസ്ഫിയറിലും 2 തരത്തിലാണ് ബാധിക്കുന്നത്. വിന്റർ സോൾസ്റ്റിസിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഏഷ്യയിലെ ചില ഭാഗങ്ങളിൽ പകൽ വളരെ കുറവായിരിക്കും. അതേസമയം സദേൺ ഹെമിസ്ഫിയറിലെ ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ മിഡ് സമ്മർ ആയിരിക്കും. ആഷസ് ടെസ്റ്റ് കണ്ടവർക്ക് മനസ്സിലാകും ഓസ്ട്രേലിയയിലെ ഇപ്പോഴത്തെ ചൂട്. റോമൻ പാഗനിസം സൂര്യനുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അവർ ചന്ദ്രനെ ഒഴിവാക്കി സൂര്യന്റെ റെഫറൻസ് എടുത്തു. അതാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. ടൈം എന്നത് കൃഷിക്കും മതപരമായ ആചാരങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ യൂണിറ്റ് ആണ്. 24 മണിക്കൂറിനെ പകുതി പകലും പകുതി രാത്രിയുമാക്കിയത് ഈജിപ്ഷ്യൻസ് ആണ് 1500 BC. എന്നാൽ ഇന്നത്തെ സെക്കൻഡ് സൂചി കറങ്ങുന്നത് ഭൂമിയുടെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് CC മാറ്റത്തിന്റെ വൈബ്രേഷൻ ആണ്. കാരണം അതിന് കൺസിസ്റ്റൻസി ഭൂമിയേക്കാൾ കൂടുതലാണ്.